വൈദ്യനായ ഒരു മനുഷ്യന് യേശുദമ്പരാന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്ന അവന് യേശുദമ്പരാന്റെ അടുത്ത് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, സത്യമായ സത്യമായ ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ സാധിക്കില്ല. വളരെ സുപരിചിതമായ ഒരു വേർപാടാണ്. നിക്കോദീമോസിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കർത്താവിന്റെ അടുത്ത് രഹസ്യമായിട്ട് വന്ന ശിഷ്യപ്പെട്ട ഒരു മനുഷ്യനായി. അങ്ങനെയുള്ള ഒരു മനുഷ്യന് 2-3 കാര്യങ്ങൾ നിക്കോദീമോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ. ഒന്നാമത്, അവൻ പരീശനായിരുന്നു. അവൻ പ്രമാണങ്ങളൊക്കെയും പാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവനറിയാമായിരുന്നു ഈ നിത്യജീവൻ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത് 10 കൽപ്പനകള് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിത്യജീവനെ പ്രാപിക്കുവാൻ മറ്റൊന്നും വേണ്ട എന്നുള്ളത് അടിയുറച്ച് വിശ്വസിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് വന്നിട്ട് ചോദിക്കുമ്പോൾ യേശുദമ്പുരാൻ പറയുന്നുണ്ട്, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അവൻ വീണ്ടും മാനുഷികമായ രീതിയിൽ ചോദിക്കുന്നുണ്ട്, ഒരുവൻ ഇത്രയും പ്രായമായ ഒരു മനുഷ്യന് വീണ്ടും അവന്റെ അമ്മയുടെ ഉദരത്തിൽ വന്ന് ജനിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഭാഗമാണ്. എന്നാൽ യേശുദമ്പുരാൻ വീണ്ടും പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവാലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ നാം വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിച്ച ദൈവമക്കളോ. വിശുദ്ധ മാമോദീസായുടെ ശുശ്രൂഷയില് ആ കൂദാശയിൽ കൂടി വിശുദ്ധ സഭയുടെ അംഗങ്ങളായിട്ടുള്ള നാം വീണ്ടും ജനനത്തിന്റെയും ആത്മാവിലുള്ള പുനർജന്മത്തിന്റെയും അനുഭവത്തിൽ കൂടി കടന്നു വന്ന ആൾക്കാർ. എന്നാൽ പലപ്പോഴും ഈ ഒരു അനുഭവത്തിന്റെ അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു മനുഷ്യന്റെ സ്വഭാവ വിശേഷങ്ങൾ പലപ്പോഴും നമ്മിൽ നിന്ന് ഇല്ലാതെ പോകുന്നു. തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിത്യതയുടെ അവസ്ഥയിലേക്ക് നാം എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നശിച്ചു പോകാത്തതായ സ്വർഗീയമായ ആ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു മാർഗമേ ഉള്ളൂ, വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കും. ഈ ആത്മാവിലുള്ളതായ ജനനത്തിന്റെ ആത്മാവിൽ ജനിച്ച ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ആത്മാവിൽ കൂടി നാം എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് എന്ന് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. അവൻ പറയുന്നത്, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് അടിക്കുന്നത് അടിക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നോ അതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്നത്. അപ്പൊ ആത്മാവിൻ്റെതായ പ്രക്രിയ എന്ന് പറയുന്നത് മനുഷ്യനിൽ ഉണ്ടാകുന്നത് അത് എവിടെ നിന്ന് കാറ്റ് എവിടെ നിന്ന് വന്ന് നമ്മിലേക്ക് അടിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാത്തതുപോലെ നമുക്ക് ആത്മാവിൻ്റെതായ ആ അനുഭവം അത് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്നോ അറിയുന്നില്ല. എന്നാൽ ആത്മാവിൻ്റെതായ ആ ഒരു അനുഭവം നമ്മിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും. കാറ്റ് നമ്മൾ അടിക്കുമ്പോൾ എത്ര ഉഷ്ണമായാലും അതിനൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ ഇലകൾ ആടാൻ തുടങ്ങും. ഇതൊക്കെ കാറ്റ് അടിക്കുന്നു എന്നുള്ളതിൻ്റെതായ ഉത്തമ ഉദാഹരണങ്ങളാണ്. നിശ്ചലമായി നിൽക്കുന്നതായ പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ നമുക്കറിയാം, പ്രകൃതി നിശ്ചലമാണ്, കാറ്റില്ല, മറ്റ് ശല്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ചെറുതായിട്ടൊരു കാറ്റ് വരുന്ന സന്ദർഭത്തിൽ ദൃഷ്ടിക്ക് അഗോചരമായ ഒന്നാണ് ഈ കാറ്റ് എന്നുള്ളത്, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ മറ്റുള്ള സാധനങ്ങളിന്മേൽ അത് അടിക്കുന്ന സന്ദർഭത്തിൽ
അല്ലാതെ അസൂയാലുമല്ല. പരിശുദ്ധാത്മാവിന്റെ നൽവരം മനുഷ്യരിൽ അസൂയ ഉണ്ടാക്കുന്നില്ല, സ്പർദ്ധ ജനിപ്പിക്കുന്നില്ല. പെന്തക്കോസ്ത് പെരുന്നാളില് ശുശ്രൂഷകള് നീണ്ട പ്രമേയം സദാകൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് എല്ലാ വർഷവും. അപ്പൊ ഇങ്ങനെയുള്ളതായ സ്വഭാവ വിശേഷത ഉള്ള മനുഷ്യരാണോ നാം എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. വെള്ളത്തിൽ നിന്ന് നാം വീട് ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവിന്റെ നൽവരം ലഭിച്ചവരുമാണ്. ആ നൽവരം പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ നഷ്ടമാക്കി കളയാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ളതായ ജീവിത ശൈലിയിൽ കൂടി നാം മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നൽവരം നമ്മൾ ലഭിക്കാതിരിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകും. എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി ഉള്ളിടത്തോ ലൈറ്റ് കത്തും. ഇലക്ട്രിസിറ്റി നിലച്ചു കഴിഞ്ഞാലോ ലൈറ്റ് കത്തുകയില്ല, അന്ധകാരമാണ്. പരിശുദ്ധാത്മാവുള്ള മനുഷ്യന് പ്രകാശമയനായ ഒരു മനുഷ്യനാണ്. അവൻ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിന് നൽവരമില്ലാത്തവന്, അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മറ്റുള്ളവർ അന്ധകാരത്തിലേക്ക് അവനെ നയിക്കുന്നതിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ന് രാവിലെ ലേഖനം വായിച്ചപ്പോൾ പൗലോസ്ലിയുടെ ലേഖനത്തിൽ കൂടി നിങ്ങൾ കേൾക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം തമ്പുരാൻ നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരത്തിൽ ദൈവം തമ്പുരാൻ വസിക്കേണ്ടതാണ്. ഇന്നത്തെ പൗലോസ്ലിയുടെ ലേഖനത്തില് ഇംഗ്ലീഷിലാണ് വായിച്ചത്, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് എന്ന് അവിടെ പൗലോസ്ലിയ നമ്മെ ഓർമ്മിക്കുമ്പോൾ, ആ മന്ദിരത്തില് ദൈവം തമ്പുരാൻ വസിക്കുവാൻ ഇടം വേണം. ദൈവത്തിന്റെ വാസസ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഒന്ന് കണക്കുകൂട്ടി, ദൈവം തമ്പുരാനാണ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ നമ്മിൽ നിന്ന് വരുന്നതായ പ്രവർത്തനങ്ങൾ, നമ്മിൽ നിന്ന് വായിൽ നിന്ന് വരുന്നതായ വാക്കുകളൊക്കെയും ദൈവം തമ്പുരാന് അടുത്ത 1-2 മൈൽ ദൂരം പോലും വരികയില്ല. കാരണം അതുപോലുള്ളതായ പ്രവർത്തനങ്ങളാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കും? നിത്യജീവന് അവകാശികളാണ്. നീ നിനക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നശിച്ചു പോകാത്ത അവസ്ഥയിലേക്ക് നീ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, വെള്ളത്താലും ആത്മാവാലുള്ളതായ വീണ്ടും ജനനം നിനക്കുണ്ടാകണം. അങ്ങനെ വീണ്ടും ജനിച്ചതായ നീ ആത്മീയമായിട്ട് കിട്ടിയിട്ടുള്ളതായ നഗരങ്ങളെ ദൈനംദിനം നശിപ്പിച്ചു കളയുകയാണെങ്കിൽ ഒരിക്കലും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളൊക്കെയും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയൊക്കെ പ്രായമായിരുന്നു. അപ്പൊ ഇതൊക്കെയും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്ത് രീതിയിൽ കൂടിയാണ്, ഏത് വഴിയിൽ കൂടിയാണ് എന്റെ യാത്രയും എന്റെ പ്രവർത്തനങ്ങളും ചിന്തിക്കുന്നത് നന്നായി. യേശുദാൻ നിക്കോദിമോസിനോട് പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, ആത്മാവിലും വെള്ളത്താലും നീ ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. യേശുദാൻ നിക്കോദിമോസ് ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്നിട്ടുണ്ടാകണം. കാറ്റ് എവിടെ കഴിക്കുന്നു എന്ന് നീ അറിയുന്നില്ല, അത് എവിടെ ഒന്ന് വരുന്നു നീ അറിയുന്നില്ല, എന്നാൽ അതിന്റെ പ്രവർത്തനം മാത്രം നീ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെതായ പ്രവർത്തനം നിന്നിൽ കൂടി വ്യാപരിക്കണം. മറ്റുള്ളവരിലേക്ക് നിന്നിൽ നിന്നുള്ളതായ പ്രകാശം മറ്റുള്ളവരും പകർന്നു കൊടുക്കണം. സ്നേഹത്തിലും സാഹോദര്യത്തിലും കരുതലിലും നീ ജീവിക്കുവാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അവസരം. നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, സകല പാപങ്ങളും മോചിക്കും. പരിശുദ്ധാത്മാവിന് നേരെ നീ ചെയ്യുന്ന പാപം ഒരിക്കലും മോചിച്ചു തരികയില്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായ പാപങ്ങളോ
അത് പ്രത്യേകിച്ചും നിന്റെ സഹജീവിയോട് നീ ചെയ്യുന്നതായ പാപങ്ങൾ ദൈവത്തിനാൽ ഒരിക്കലും മോചിച്ചു തരികയില്ല. കാരണം നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അറിയാതെ ചെയ്യുന്ന. കർത്താവുള്ളവരെ നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെതായ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിന്യൂ ചെയ്യണം, അതൊന്ന് പുതുക്കണം. വിശുദ്ധ കുർബാന അനുഭവങ്ങളിൽ കൂടി, വിശുദ്ധ കുമ്പസാരങ്ങളിൽ കൂടി, വിശുദ്ധ കൂദാശകളിൽ കൂടി, പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും നോമ്പിൽ കൂടിയും ഒക്കെ നമ്മുടെ ആത്മീയമായ മനുഷ്യരെ ഒന്ന് പുതുക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. ആത്മാവിൻ്റെതായ പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 4 ആഴ്ച കൂടി മാത്രമേ ഉള്ളൂ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുവാൻ. അതിന് മുമ്പ് 3 നോമ്പ് എന്ന് പറയുന്നത് 3 നോമ്പ് കൊടുക്കും. ഇതൊക്കെ എന്തിനു വേണ്ടി സഭ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടതുപോയതായ ദൈവിക മഹത്വം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, വീണ്ടും അതിനെ പുതുക്കുന്നതിന് വേണ്ടി സഭ കൽപ്പിച്ചിട്ടുള്ളതായ പ്രക്രിയകളാണ് ഇതൊക്കെയും. നോമ്പനുഷ്ഠാനങ്ങള്, ഉപവാസങ്ങള്, പ്രാർത്ഥനകള്, കൂദാശാനുഷ്ഠാനങ്ങള്, വിശുദ്ധ കുർബാനാനുഭവങ്ങള്, ഇതിൽ കൂടിയൊക്കെ നാം ദൈനംദിന പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പുതുതായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നടക്കുന്നത്. എന്നും ഒരേ രീതിയിൽ കൂടി പോയാൽ കാര്യങ്ങൾ നടക്കുകയില്ല. ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം, ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കണം. അതാണ് ഏതൊരു തോട്ടത്തിൽ വെച്ച് അവന് ലഭിച്ചതായ മഹത്വത്തിൻ്റെതായ നിലയേണ്ടി നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ തിരു രക്തത്തിൽ കൂടി അവനെ വീണ്ടെടുത്തുവെങ്കിൽ ആ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ സ്വർഗീയ ജനമാണ് നാം. ഈ നമ്മിൽ നിന്ന് മഹത്വത്തിൻ്റെതായ നിലയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുതുക്കുന്നതിന് വേണ്ടി നാം ബാധ്യസ്ഥരാണ്. അതല്ലാതെ പോയാൽ ഒരിക്കലും സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകുകയില്ല, നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് മാറ്റത്തിൻ്റെതായ